വട്ടിയൂർക്കാവിൽ മത്സരിക്കാനുള്ള താൽപര്യം തുറന്നു പറഞ്ഞ നടൻ കൃഷ്ണകുമാർ ജയസാധ്യത കുറഞ്ഞിട്ടും തിരുവനന്തപുരത്തും കൊല്ലത്തും താൻ മത്സരിച്ചു. ഇത്തവണ തന്റെ താൽപര്യം പാർട്ടി പരിഗണിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് കൃഷ്ണകുമാർ ന്യൂസ് 18നോട് പറഞ്ഞു. വട്ടിയൂർക്കാവ് തന്റെ പ്രവർത്തന മേഖലയാണ്. VK പ്രശാന്ത് മണ്ഡലത്തിൽ 2 തവണയും നടത്തിയത് PR വർക്ക് മാത്രമാണെന്നും കൃഷ്ണകുമാർ പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ സംസ്ഥാനത്ത് 3 രാഷ്ട്രീയ പാർട്ടികളും സജീവമായി തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ BJPയുടെ ഭാഗത്തു നിന്ന് തലസ്ഥാനത്ത് വളരെ അഭിമാനകരമായ പോരാട്ടത്തിനാണ് ഒരുങ്ങുന്നത്. തിരുവനന്തപുരം നഗരസഭ ഭരണം പിടിച്ചെടുത്തതിന് പിന്നാലെ നഗരത്തിലെ 3 പ്രധാനപ്പെട്ട മണ്ഡലങ്ങളെ A ക്ലാസ് മണ്ഡലങ്ങളായി പരിഗണിച്ചുകൊണ്ടാണ് BJPയുടെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നത്. അവിടെ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ ആരാകും സ്ഥാനാർത്ഥി എന്ന ചോദ്യം ഇതിനോടകം തന്നെ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. പല പേരുകൾ അഭ്യൂഹങ്ങളിൽ ഉണ്ട്, ചർച്ചകളിലുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായി സജീവമായി ചർച്ചകളിലുള്ള ഒരു പേര് നടൻ കൃഷ്ണകുമാറിൻ്റെതാണ്. അദ്ദേഹം ന്യൂസ് 18നോടൊപ്പം ചേരുന്നു. എന്താകും, പാർട്ടി കൃത്യമായി ആരോടും ഒരു നിർദ്ദേശവും അങ്ങനെ കൊടുത്തിട്ടില്ല, ആരെവിടെ മത്സരിക്കുന്ന ഒരു ധാരണയായിട്ടില്ല. പക്ഷേ താങ്കളോട് എവിടെ മത്സരിക്കാനാണ് താല്പര്യമെന്ന് ചോദിച്ചാൽ ആദ്യം പറയുന്ന പേര് ഏത് സ്ഥലമായിരിക്കും? സ്വാഭാവികമായിട്ടും ഒരു പൊതുപ്രവർത്തകൻ എപ്പോഴും അവനവൻ്റെ പ്രവർത്തന മണ്ഡലമായിരിക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുക. ഇപ്പോൾ ഞാൻ 25 കൊല്ലമായിട്ട് ഇവിടെ ജീവിക്കുന്നു. ഇപ്പോൾ തന്നെ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനകത്ത് ഇവിടെ ചാർജ് ഉണ്ടായിരുന്നു. ഇവിടുത്തെ എല്ലാ കൗൺസിലർമാർക്കും അവരുടെ കൂടെ 4, 5 അതിലധികം എന്നാൽ കഴിയുന്നത്ര രാവും പകലും നോക്കാതെ വർക്ക് ചെയ്ത് കൊടുക്കുന്നു. കാരണം എനിക്ക് വലിയ ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് രാഷ്ട്രീയത്തിലുപരി 25 കൊല്ലമായിട്ട് ഇവിടെ ജീവിക്കുമ്പോൾ നമ്മുടെ മക്കളും എല്ലാവരും ഇവിടെയാണല്ലോ വളർന്നതൊക്കെ. അപ്പോൾ രാഷ്ട്രീയത്തിനപ്പുറത്ത് നമുക്ക് ധാരാളം ബന്ധങ്ങളുണ്ട്. ഈ ബന്ധങ്ങളൊക്കെ ഇവിടെ നിൽക്കുമ്പോൾ ഇങ്ങനെ ഒരു ഇലക്ഷൻ വരുമ്പോൾ പാർട്ടി നമ്മുടെ അടുത്ത് ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ എൻ്റെ സന്നദ്ധത ഞാൻ എപ്പോഴും അറിയിക്കും, എനിക്ക് വട്ടിയൂർക്കാവിൽ നിൽക്കാനാണ്. കാരണം അതിനാണ് ജയസാധ്യത എന്ന് പറയുന്നതിനേക്കാൾ 2 ഇലക്ഷൻ ഞാൻ ഫൈറ്റ് ചെയ്തു. അപ്പോൾ പാർട്ടിയുടെ അടുത്ത് ആദ്യം പറഞ്ഞു തിരുവനന്തപുരം സെൻട്രലിൽ മത്സരിക്കും. എനിക്കറിയാം അവിടെ ജയസാധ്യത കുറവാണ്. അത് കഴിഞ്ഞ് കൊല്ലത്തേക്ക് അയച്ചു. അവിടെ BJPക്ക് തീർത്തും സാധ്യത കുറവാണ്. പക്ഷെ പാർട്ടി പറയുന്നത് നമ്മൾ അനുസരിക്കും. അപ്പം നമുക്ക് 2 ഇലക്ഷനൊക്കെ മത്സരിക്കുമ്പോൾ നമുക്ക് ഒരു 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 അവസരം തരും പാർട്ടി. നമ്മുടെ കാര്യങ്ങൾ താല്പര്യങ്ങൾ അറിയാം. ആ താല്പര്യം ഞാൻ അറിയിച്ചിട്ടുണ്ട്. എൻ്റെ താല്പര്യം വട്ടിയൂർക്കാവിൽ മത്സരിക്കാനാണെന്ന് ഞാൻ അദ്ദേഹത്തെ അറിയിച്ചിട്ടുണ്ട്. 2 കാര്യങ്ങളാണ് അറിയാനുള്ളത്. അതിലൊന്ന്, K മുരളീധരനായിരുന്നു ഇവിടുത്തെ MLA. അദ്ദേഹം വടകരയിലേക്ക് പോയപ്പോഴാണ് ഇവിടെ ഒരു ബൈ ഇലക്ഷൻ വരുന്നു. അവിടെ VK പ്രശാന്ത് MLA ആയിരുന്നു. ഇപ്പോൾ VK പ്രശാന്ത് വലിയ തരത്തിൽ, അതായത് ഈ മണ്ഡലത്തിൽ വലിയ സ്വാധീനമുണ്ടാക്കുന്ന ഒരു നേതാവായി, വ്യക്തിപരമായി ബന്ധങ്ങളുണ്ടാക്കുന്ന നേതാവായി വളർന്നു കഴിഞ്ഞു. അപ്പോൾ K മുരളീധരൻ വീണ്ടും മത്സരിക്കാൻ എത്തുമോ എന്നുള്ള ചർച്ചകൾ ഒരു വശത്തെ കോൺഗ്രസ് ക്യാമ്പിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അതായത് ഒരു ത്രികോണ മത്സരത്തിന് കളമൊരുങ്ങുകയാണ് വട്ടിയൂർക്കാവിൽ. അവിടെ ജയസാധ്യത എത്രത്തോളം ഉണ്ട്, അതോ കടുത്ത പോരാട്ടം നടക്കുന്നതാണ്? എന്താണ് കരുതുന്നത്? എല്ലാ സ്ഥാനാർത്ഥികൾക്കും വിജയിക്കാനാണ് ആഗ്രഹം. അതുകൊണ്ട് വിജയസാധ്യതകളാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തൊക്കെ ചെയ്താൽ നമുക്ക് വിജയിക്കാം. പിന്നെ ഒരു ത്രികോണ മത്സരം എന്ന് പറയുമ്പോൾ ഇന്ന് അത് തന്നെ BJP സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വിജയമാണ്. കാരണം പണ്ട് നമ്മുടെ ഇവിടെ 2 പാർട്ടികളും ഒരു ബൈ പാർട്ടി ഇലക്ഷനാണ് നടന്നുകൊണ്ടിരുന്നത്. ഇതിപ്പോൾ അത് ട്രയാങ്കിളിലോട്ട് എത്താൻ കാരണം BJPയുടെ വളർച്ചയാണ്. പിന്നെ താങ്കൾ പറഞ്ഞതുപോലെ ശ്രീ മുരളീധരൻ, അദ്ദേഹത്തിനൊക്കെ വലിയ ലെഗസിയുള്ള മനുഷ്യനാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ കേരളം കണ്ട ഏറ്റവും വലിയ നേതാവിൻ്റെ മകനാണ്. മാത്രമല്ല വട്ടിയൂർക്കാവിൽ നിന്ന് ജയിച്ച MLA ആയ വ്യക്തിയാണ്. പക്ഷേ വട്ടിയൂർക്കാവിൽ ആ MLA ആയിട്ട് ഇരിക്കുന്നതിൻ്റെ കാലാവധി തികയ്ക്കാതെ പകുതിയിൽ വെച്ച് അദ്ദേഹം വടകരയ്ക്ക് പോകുന്നു. അവിടെ നിന്ന് അദ്ദേഹം നേമത്തേക്ക് പോകുന്നു. അത് കഴിഞ്ഞ് പിന്നീട് പോയി തൃശ്ശൂർ പോയി നിൽക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകർക്ക് തന്നെ അത് മാനസികമായി വലിയ ബുദ്ധിമുട്ടുണ്ടാക്കി എന്നുള്ളതിൻ്റെ തെളിവാണ്. അത് കഴിഞ്ഞ് ഇടയ്ക്കൊരു ബൈ ഇലക്ഷൻ വന്നു. അന്നാണ് ശ്രീ പ്രശാന്ത് അവിടെ വരുന്നതും ജയിക്കുന്നതും. കാരണം അന്ന് ഈ കോൺഗ്രസ് വോട്ട് പോലും അപ്പുറത്തേക്ക് മറിഞ്ഞു എന്നുള്ളത് നമുക്കറിയാം. കാരണം BJP ജയിച്ചാലോ എന്ന് വിചാരിച്ച്. കാരണം കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി അത്ര പോരായിരുന്നു. ഇത് കഴിഞ്ഞ് പ്രധാന ഇലക്ഷൻ വന്നപ്പോഴും ശ്രീ പ്രശാന്ത് അദ്ദേഹത്തിന് അഭിനന്ദിക്കുന്നത് വെച്ചാൽ 2 തവണ ജയിക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. കാരണം ഞാനൊന്നും ഇലക്ഷൻ ജയിച്ചിട്ടില്ലാത്ത ആളാണ്. പക്ഷേ 2 തവണ ജയിച്ച് കഴിഞ്ഞിട്ടും PR വർക്ക് അല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ ഈ മണ്ഡലത്തിൽ 7.5 കൊല്ലം ഇദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഒന്നും ചെയ്തിട്ടില്ല. പാർട്ടി പറഞ്ഞാൽ കടുത്തുരുത്തിയിൽ മത്സരിക്കുമെന്ന് BJPയിലെത്തിയ ഇടത് സഹയാത്രികൻ റെജി ലൂക്കോസ്. കടുത്തുരുത്തിയിൽ BJPക്ക് വിജയിക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ട്. എന്നാൽ വാഗ്ദാനങ്ങളൊന്നുമില്ലാതെയാണ് താൻ BJPയിലെത്തിയതെന്നും റെജി ലൂക്കോസ് ന്യൂസ് 18നോട് പറഞ്ഞു. ഒരുപക്ഷെ രാഷ്ട്രീയ കേന്ദ്രങ്ങളെ ഞെട്ടിച്ചുകൊണ്ടാണ് റെജി ലൂക്കോസിന്റെ BJP പ്രവേശനം ഉണ്ടായത്. പലതരത്തിലുള്ള വിശദീകരണങ്ങളും വിമർശനങ്ങളും ഒക്കെ പലതരത്തിൽ ഉയർന്നു വന്നു. UDF ഇത് ആയുധമാക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും റെജി ലൂക്കോസിനോട് ചോദിക്കാം, തെരഞ്ഞെടുപ്പ് കാലത്ത് ഉള്ളൊരു മാറ്റം അതെന്തുകൊണ്ട് സംഭവിച്ചതാണ്? അല്ല, എൻ്റെ മനസ്സിൽ അനിവാര്യമായൊരു മാറ്റം കേരളത്തിന് സംഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്നതാണ് ഞാൻ.
കാരണം കേരളത്തിനെ സംബന്ധിച്ചോളം നമ്മളിപ്പോൾ അനുഭവിക്കുന്നതിനേക്കാളും എത്രയോ ഇരട്ടി വികസനം അനുഭവിക്കാനായിട്ട് ഉള്ള അവസരങ്ങളുള്ള ഒരു നാട്ടിൽ അതിനൊന്നും ഇട നൽകാതെ കണ്ട് വെറും രാഷ്ട്രീയം മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് നടത്തുന്ന LDFിൻ്റെയും UDFിൻ്റെയും ഈ എന്താ പറയുക ഈ വാക്ക് പോരാട്ടത്തിനോട് ഉള്ള താല്പര്യങ്ങൾ പതിയെ കുറഞ്ഞു വന്നു. ഇപ്പോഴത്തെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ബഹുമാനപ്പെട്ട രാജീവ് ചന്ദ്രശേഖർജി അദ്ദേഹത്തിൻ്റെ മാധ്യമ സമ്മേളനങ്ങളും അദ്ദേഹത്തിൻ്റെ മറ്റു കാര്യങ്ങളിലെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ച ഒരു കാര്യം ബോധ്യവും അദ്ദേഹം സംസാരിക്കുന്ന മുഴുവനും കേരളത്തിനെ ഡെവലപ്പ് ചെയ്യുന്നതാണ്. കേരളത്തിൽ ഇടതുപക്ഷ സർക്കാർ കഴിഞ്ഞ കുറച്ച് കാലമായി ഇപ്പോൾ കേന്ദ്രത്തിൻ്റെ പല ദേശീയപാത വികസനത്തിലടക്കം ഒരുപാട് മുന്നോട്ട് പോയിട്ടില്ല. അപ്പോൾ CPM ഒരു പരിധിവരെ വികസനമല്ലേ മുന്നോട്ട് വെക്കുന്നൊരു അജണ്ട? തീർച്ചയായിട്ടും ഞാൻ കേരള സംസ്ഥാന സർക്കാർ ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ട് അത്യാവശ്യം വികസന പ്രവർത്തനങ്ങൾക്ക് മുന്നോട്ട് പോയി എന്ന് അത് ഒരു വസ്തുതാപരമായ കാര്യമാണ്, നമ്മളത് നിശ്ചയിച്ചിട്ട് കാര്യമില്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യം ആ ചെറിയ ചെറിയ വികസനം ഒന്നുമല്ല ഈ നാടിന് വേണ്ടത്. ഗൾഫിൽ നിന്നൊക്കെ എനിക്ക് അനേകം കോൾ വന്നു. പലരും എന്നെ അസഭ്യം പറയാൻ വിളിക്കുകയെന്ന് ഞാൻ കരുതി. ഫോൺ എടുത്തപ്പോൾ എൻ്റെ സുഹൃത്തുക്കളും വണ്ടിയിലിരിക്കുക. ഈ വിളിച്ച മുഴുവൻ ആളുകളും അതിനകത്ത് എല്ലാ വിവിധ രാഷ്ട്രീയ കക്ഷികളും വിശ്വസിക്കുന്നുണ്ട്. ഒരാൾ പോലും ഇല്ലാതെ കൊണ്ട് മുഴുവൻ ആളുകൾ എന്നെ പിന്തുണയ്ക്കുകയാണ്. രജിചേട്ടനെടുത്ത നിലപാട് വളരെ കറക്റ്റാണ്. ജില്ലാ സമ്മേളനത്തിൽ ഞാനൊരു പ്രതിനിധിയായിരുന്നു. 2021 ശേഷം പ്രതിനിധിയായോ? 2021 ഞാൻ കോട്ടയം ജില്ലാ സമ്മേളന പ്രതിനിധിയായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ തൊട്ട് മുമ്പ് നടന്ന ഈ പറഞ്ഞ സമ്മേളനത്തിൽ ഞാൻ ഏരിയ സമ്മേളന പ്രതിനിധിയായിരുന്നു കടുത്തുരുത്തി. അപ്പോൾ എൻ്റെ ഞാൻ ശേഷവും മെമ്പർഷിപ്പ് പുതുക്കിയിരുന്നു, അല്ലാതെ സ്കൂട്ടണി നടക്കാതെ അത് ഒഴിവായി പോവുകയൊന്നും ചെയ്തിട്ടില്ല. ഇതുവരെ ഒഴിവായി പോയിട്ടില്ല. ഇപ്പം മെമ്പർഷിപ്പ് സ്കൂട്ടണി നടന്നുകൊണ്ടിരിക്കുക. ഇപ്പം ഞാൻ പോകുന്നതുകൊണ്ട് ഇനി പുതുക്കാൻ പറ്റത്തില്ല. സംസ്ഥാനത്ത് BJPയുടെ A ക്ലാസ് മണ്ഡലങ്ങളിലൊന്നായ മഞ്ചേശ്വരത്ത് ഇത്തവണ സർപ്രൈസ് സ്ഥാനാർത്ഥി ഉണ്ടാകുമെന്ന് സൂചന നൽകി ജില്ലാ അധ്യക്ഷ ML അശ്വിനി. കഴിഞ്ഞ 2 തവണയും കപ്പിനും ചുണ്ടിനും ഇടയിൽ നഷ്ടപ്പെട്ട മണ്ഡലത്തിൽ മുൻനിര നേതാക്കളെ ഇറക്കി ചരിത്രം തിരുത്തിക്കുറിക്കാൻ ഒരുങ്ങുകയാണ് BJP. ML അശ്വിനിയെ മത്സരിപ്പിക്കാനാണ് ദേശീയ നേതൃത്വത്തിന് താൽപര്യമെങ്കിലും പ്രാദേശിക തലത്തിൽ ചില എതിർപ്പുകൾ ഉയർന്നത് കല്ലുകടിയായിട്ടുണ്ട്. കാലങ്ങളായി BJP 2ാം സ്ഥാനത്തുള്ള മണ്ഡലമാണ് മഞ്ചേശ്വരം. ഇത്തവണ കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം അഭിമാന പോരാട്ടമാണ് BJPക്ക്. എന്തായാലും സംസ്ഥാന രാഷ്ട്രീയത്തിൽ തന്നെ ഏറ്റവും ചർച്ചാവിഷയമാകുന്ന മണ്ഡലം കൂടിയാണ് മഞ്ചേശ്വരം. മഞ്ചേശ്വരം ഇത്തവണ BJP പിടിക്കുമോ, അതല്ല UDFന് മഞ്ചേശ്വരം നിലനിർത്താനാകുമോ? ഇതാണ് ഏറ്റവും ആകാംക്ഷയുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഒരു ഫലം. എന്തായാലും നമ്മോടൊപ്പം BJP ജില്ലാ അധ്യക്ഷ തന്നെ ചേരുന്നു. ML അശ്വിനിയാണ് ന്യൂസ് 8നോടൊപ്പം ചേരുന്നത്. ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചു. 5 പഞ്ചായത്തുകൾ ഇത്തവണ BJPക്ക് നേടാനായി. എങ്ങനെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ഒരുക്കങ്ങൾ? എത്ര മണ്ഡലം BJPക്ക് ഇത്തവണ പിടിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? നമ്മളെപ്പോഴും മഞ്ചേശ്വരം പിന്നെ കാസർഗോഡാണ് കോൺസ്റ്റിറ്റ്യൻസികളാണ് നമ്മൾ കോൺസെൻട്രേഷൻ ചെയ്യുന്നുള്ളത്. ഈ പ്രാവശ്യം നമ്മൾ അതേപോലെ ഉദുമ പിന്നെ കാഞ്ഞങ്ങാടിലും കോൺസെൻട്രേഷൻ ചെയ്യുന്നുണ്ട്. ബിക്കോസ് നമുക്ക് ജയസാധ്യതയുള്ള മണ്ഡലങ്ങളിൽ ഉദുമ മണ്ഡലം കൂടി നമുക്ക് കൂട്ടിച്ചേർക്കാം. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്തും അതേപോലെ മഞ്ചേശ്വരം പിന്നെ കാസർഗോഡിലും ഈ പ്രാവശ്യം നമ്മൾ എന്തെങ്കിലും BJPൻ്റെ MLAമാർ ഉണ്ടാക്കും. ഇപ്പോൾ മഞ്ചേശ്വരത്തെ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിനെ കണക്ക് നോക്കുമ്പോൾ എങ്ങനെയാണ് BJPക്ക് വിജയ പ്രതീക്ഷ കാണുന്നത്? എത്രത്തോളം വോട്ട് ശതമാനം BJPക്ക് വർദ്ധിപ്പിക്കാനായി? നമുക്ക് ഈ ലോക്കൽ ബോഡി ഇലക്ഷൻസിൽ 3 പഞ്ചായത്ത് ഉണ്ടായത് 5 പഞ്ചായത്തായി. അതേപോലെ പുതിയതായിട്ട് 20 വാർഡുകൾ നമ്മൾ പിടിച്ചെടുത്തു. അതേപോലെ നമുക്ക് വോട്ടിംഗ് പെർസെൻറ്റേജ് ഒരു 0.5% വോട്ടിംഗ് പെർസെൻറ്റേജ് കൂട്ടിയിട്ടുണ്ട് നമ്മൾ. അതല്ലാണ്ട് നമുക്ക് സിറ്റിംഗ് സീറ്റുകളായിട്ടുള്ള ചില വാർഡുകൾ പോയിട്ടുണ്ട്. അത് എന്തുകൊണ്ടെന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് ജയിക്കുന്നത് അറിഞ്ഞുകൊണ്ട് LDFന് UDF ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ടായിട്ടാണ് അവർ ജയിച്ചത്. ബിക്കോസ് അവിടെ നമുക്ക് നോക്കാൻ സാധിക്കുന്നുള്ളത് ഒർക്കാടി പഞ്ചായത്തിൽ 8 വാർഡുകളിൽ LDF സ്ഥാനാർത്ഥികൾ ഉണ്ടായിട്ടില്ല. കുമ്പള പഞ്ചായത്തിൽ 10 വാർഡിൽ LDF സ്ഥാനാർത്ഥികൾ ഉണ്ടായിട്ടില്ല. ഇങ്ങനെ അവർ ടൈപ്പ് ചെയ്തുകൊണ്ടാണ് BJPനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് കാലകാലമായിട്ട് വർക്ക് എടുക്കുന്നത്. പക്ഷേ ഈ പ്രാവശ്യം അത് കൂടുതലായിട്ട് അവർ വർക്ക് ചെയ്തുകൊണ്ടാണ് നമുക്ക് BJPക്ക് കുറച്ച് സീറ്റുകൾ കുറഞ്ഞുപോയത്. പക്ഷേ എന്നാലും 25 years ആയിട്ട് ബദിയടുക്ക ഗ്രാമപഞ്ചായത്ത് UDF കയ്യിലുണ്ടായത് നമ്മൾ പിടിച്ചെടുത്തു. അതേപോലെ 15 കൊല്ലമായിട്ട് UDFിൻ്റെ കയ്യിലുണ്ടായ കുമ്പളാജി പഞ്ചായത്തും പോലും നമ്മൾ പിടിച്ചെടുത്തതാണ്. നമുക്ക് എന്തായെങ്കിലും നമുക്ക് ഈ പ്രാവശ്യം വോട്ടിംഗ് പെർസെൻറ്റേജ് കൂട്ടാൻ സാധിക്കും. നമുക്ക് ഈ ഇലക്ഷൻസിൽ നമുക്ക് ഉദുമ മണ്ഡലത്തിൽ നല്ല മുന്നേറ്റം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതേപോലെ ലോക്സഭാ ഇലക്ഷൻസിൽ നിങ്ങൾക്കെല്ലാം അറിഞ്ഞ സ്ഥിതി തന്നെ. അവിടെ ആ സമയത്തും പോലും നമ്മൾ ഉദുമ കാഞ്ഞങ്ങാടാവട്ടെ തൃക്കരിപ്പൂർ ആവട്ടെ നമുക്ക് വോട്ടിംഗ് പെർസെൻറ്റേജ് കൂട്ടിയതാണ്. അപ്പോൾ ഈ പ്രാവശ്യം അതേ അസംബ്ലി ഇലക്ഷൻസിൽ പോലും നമ്മൾ വോട്ടിംഗ് പെർസെൻറ്റേജ് നമ്മൾ കൂട്ടും. അതേപോലെ MLAമാർ ഈ പ്രാവശ്യം കാസർഗോഡ് ജില്ലയിൽ ഉണ്ടാവും BJPക്ക്. സോ നമ്മൾ BJP ഭാരതീയ ജനതാ പാർട്ടി പറഞ്ഞെങ്കിൽ ഒരു പാർട്ടി വിത്ത് ഡിഫറൻസ് ആണ്. എപ്പോൾ ആര് സ്ഥാനാർത്ഥിയാവും നമുക്ക് പറയാൻ സാധിക്കും
വയ്യ. ബിക്കോസ് ലാസ്റ്റ് ടൈം MP ഇലക്ഷൻസിലും സർപ്രൈസിങ് കാൻഡിഡേറ്റ് ആയ പോലെ ഞാൻ വന്നതാണ്. അപ്പോൾ അതേപോലെ ഈ പ്രാവശ്യം ആരെങ്കിലും ഒരു നല്ല കാൻഡിഡേറ്റ് ഉണ്ടാവും, യൂത്ത് ഉണ്ടാവും, അല്ലെങ്കിൽ വനിതകളുണ്ടാവും, അല്ലെങ്കിൽ സീനിയേഴ്സ് ഉണ്ടാവും. സോ അത് നമുക്ക് എങ്ങനെയാണ് സ്റ്റേറ്റ് ഘടകം പിന്നെ സെൻട്രൽ ഘടകം തീരുമാനിക്കും നമുക്കറിയില്ല. പക്ഷേ എന്നാലും ആര് കാൻഡിഡേറ്റ് ആയെങ്കിലും നമ്മൾ പ്രവർത്തകന്മാർ താമര അടിയാളത്തിൽ മാത്രമാണ്, താമരയാണ് നോക്കുന്നത്, ചിഹ്നം മാത്രമാണ്, വ്യക്തി പ്രസക്തിയില്ല. ബിക്കോസ് ഭാരതീയ ജനതാ പാർട്ടിയിൽ വ്യക്തിക്ക് പ്രസക്തിയില്ല. ഭാരതീയ ജനതാ പാർട്ടിയാണ്, പിന്നെ താമര ചിഹ്നമാണ്. ആ താമര ചിഹ്നത്തിൽ ആര് നിന്നെങ്കിലും പോലും നിസ്വാർത്ഥമായിട്ട് സേവ ചെയ്യുന്ന നമ്മളെ പ്രവർത്തകന്മാർ അവർ വോട്ട് ചെയ്യും. അതേപോലെ അവർ സ്വന്തം പൈസ എടുത്തിട്ടാണ് ചിലവ് ചെയ്യുന്നത്. ഒരു സ്വാതന്ത്ര്യമില്ല. ബിക്കോസ് അവർക്ക് സീറ്റ് വേണ്ട, പക്ഷേ അവർക്ക് BJPനെ ജയിപ്പിക്കണമെന്ന് കാലകാലമായിട്ടുള്ള ആശങ്കകളുണ്ട്, സ്വപ്നങ്ങളുണ്ട്. എത്രയോ സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ അവിടെ രക്തം കൊടുത്തിട്ടുണ്ട്, ബലിദാനികളായിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഈ പ്രാവശ്യം നമ്മൾ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കാൻ ആയിട്ട് പോകുന്നതാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.